ആകാശവാണി വാർത്താവീക്ഷണം. തിരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. ഏപ്രിൽ 9 വിധിയെഴുത്ത്. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം ലെമിജി നായർ, വാർത്താവിഭാഗം മേധാവി, തിരുവനന്തപുരം. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങൾ വീണ്ടും നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിങ്കളാഴ്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ 1ാം ഘട്ടം ആരംഭിച്ചു. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിൽ വ്യത്യസ്ത തീയതികളിലാണ് വോട്ടെടുപ്പ്. കേരളത്തിലും അസമിലും പുതുച്ചേരിയിലും ഏപ്രിൽ 9 ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. തമിഴ്നാട്ടിൽ ഏപ്രിൽ 23-നും പശ്ചിമ ബംഗാളിൽ ഏപ്രിൽ 23-നും 29-നും 2 ഘട്ടമായാണ് വോട്ടെടുപ്പ്. എല്ലാ സംസ്ഥാനങ്ങളിലും മെയ് 4 വോട്ടെണ്ണൽ പൂർത്തിയാക്കി ഫലം പ്രഖ്യാപിക്കും. മെയ് 6 തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്ന രീതിയിലാണ് കമ്മീഷൻ നടപടികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെ 3 സംസ്ഥാനങ്ങളിൽ വിജ്ഞാപനം വന്നതോടെ പത്രികാ സമർപ്പണം തുടങ്ങി. ഈ മാസം 23 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 24 പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. 26 വരെ പത്രിക പിൻവലിക്കാൻ അവസരമുണ്ട്. നിലവിലെ അസം നിയമസഭയുടെ കാലാവധി മെയ് 20-നും കേരളത്തിൽ മെയ് 23-നും പുതുച്ചേരിയിൽ ജൂൺ 15-നും തമിഴ്നാട്ടിൽ മെയ് 10-നും പശ്ചിമ ബംഗാളിൽ മെയ് 7-നും അവസാനിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. കേരളം, അസം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലായി 824 മണ്ഡലങ്ങളിലെ 17.4 കോടി വോട്ടർമാരാണ് ജനവിധി എഴുതുന്നത്. ഇവർക്കായി 2.19 ലക്ഷം പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കേരളത്തിൽ 140, പശ്ചിമ ബംഗാളിൽ 294, തമിഴ്നാട്ടിൽ 234, അസമിൽ 126, പുതുച്ചേരിയിൽ 30 എന്നിങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി ആകെ 25 ലക്ഷം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. സ്വതന്ത്രവും സുതാര്യവുമായി വോട്ടെടുപ്പ് പൂർത്തീകരിക്കാൻ 1111 തിരഞ്ഞെടുപ്പ് നിരീക്ഷകരെയും നിയമിച്ചിട്ടുണ്ട്. കേരളത്തിൽ 51 പൊതു നിരീക്ഷകരും 17 പോലീസ് നിരീക്ഷകരും 40 ചെലവ് നിരീക്ഷകരും ഉണ്ടാകും. നിരീക്ഷകർ കമ്മീഷന്റെ കണ്ണും കാതുമായി പ്രവർത്തിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കേരളത്തിൽ ആകെ 2.7 കോടി വോട്ടർമാരാണുള്ളത്. അതിൽ 1.38 കോടി സ്ത്രീ വോട്ടർമാരാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 4.24 ലക്ഷം പേരാണ് പുതിയതായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. 54,110 പേർ സർവീസ് വോട്ടർമാരാണ്. കേരളത്തിൽ 30,471 പോളിംഗ് ബൂത്തുകളാണ് ഉണ്ടാകുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതിനേക്കാൾ കൂടുതൽ ബൂത്തുകൾ ഇത്തവണ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 790 മാതൃകാ ബൂത്തുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 397 വനിതകൾ നിയന്ത്രിക്കുന്ന ബൂത്തുകളാണ്. സംസ്ഥാനത്ത് ആകെ 140 മണ്ഡലങ്ങളിൽ 124 പൊതുമണ്ഡലങ്ങളും 14 SC മണ്ഡലങ്ങളുമാണ്. 2 മണ്ഡലങ്ങൾ ST വിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുണ്ട്. ഒരു പോളിംഗ് ബൂത്തിൽ ശരാശരി 885 സമ്മതിദായകർ എന്ന നിലയിലാണ് വോട്ടെടുപ്പ് കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. 693 വോട്ടർമാരുള്ള ഇടുക്കി ജില്ലയിലെ ഗിരിവർഗ പ്രദേശമായ ഇടമലക്കുടി പോളിംഗ് സ്റ്റേഷനാണ് കേരളത്തിലെ ഏറ്റവും ദുർഗമമായ പോളിംഗ് ബൂത്ത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വോട്ടിംഗ് മെഷീനുകളും സാമഗ്രികളും ചുമന്ന് വനമേഖലയിലൂടെ മണിക്കൂറുകളോളം നടന്നാണ് ഇവിടെ എത്തുന്നത്. വോട്ടെടുപ്പിൽ സുതാര്യത ഉറപ്പാക്കാനായി എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടെ 4 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. അതത് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശങ്ങൾ നൽകി. പെരുമാറ്റച്ചട്ടം കൃത്യമായി പാലിക്കണമെന്ന് കമ്മീഷൻ രാഷ്ട്രീയ കക്ഷികൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ പൊതു സ്വകാര്യ സ്വത്തുക്കളെ വികൃതമാക്കുന്ന വിധത്തിലുള്ള പ്രചാരണ വസ്തുക്കൾ സ്ഥാപിക്കരുത്. അങ്ങനെ എവിടെയെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവ ഉടൻ നീക്കം ചെയ്യണം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യക്തി ഔദ്യോഗിക വാഹനങ്ങളോ സർക്കാർ താമസ സ്ഥലമോ ദുരുപയോഗം ചെയ്യരുത്. പൊതു ഖജനാവിന്റെ ചെലവിൽ പരസ്യങ്ങൾ നൽകുന്നത് നിരോധിച്ചിട്ടുണ്ട്. പൗരന്മാരുടെ സ്വകാര്യത മാനിക്കപ്പെടണമെന്ന് കമ്മീഷൻ വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ എന്നിവർക്ക് ബന്ധപ്പെട്ട ജില്ലാ ഇലക്ഷൻ ഓഫീസർക്ക് പരാതികൾ സമർപ്പിക്കാൻ കഴിയുന്ന 950 എന്ന കോൾ സെന്റർ ഉൾപ്പെടെ പരാതി നിരീക്ഷണ സംവിധാനം സജ്ജീകരിച്ചിട്ടുണ്ട്. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനങ്ങളെക്കുറിച്ചുള്ള പരാതികൾ രേഖപ്പെടുത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും
ഫോട്ടോ ഉൾപ്പെടെ പരാതി നൽകുന്നതിനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സി-വിജിൽ സംവിധാനം ഏർപ്പെടുത്തി. കമ്മീഷന്റെ ECI നെറ്റിലെ സി-വിജിൽ ആപ്പ് ഉപയോഗിച്ച് പൗരന്മാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. പരാതികൾ 100 മിനിറ്റിനുള്ളിൽ പരിഹരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുടനീളം 5173-ലധികം ഫ്ലൈയിംഗ് സ്ക്വാഡുകളെ വിന്യസിച്ചിട്ടുണ്ട്. യോഗങ്ങൾക്കും ഘോഷയാത്രകൾക്കും മുമ്പ് രാഷ്ട്രീയ പാർട്ടികൾ പോലീസ് അധികൃതരെ വിവരം അറിയിക്കണം. ഇത് സംബന്ധിച്ച നിരോധന ഉത്തരവുകൾ പാലിക്കേണ്ടതാണ്. ഉച്ചഭാഷിണികൾക്കോ മറ്റ് സൗകര്യങ്ങൾക്കോ ആവശ്യമായ അനുമതികൾ നേടുകയും വേണം. മൈതാനങ്ങൾ, ഹെലിപാഡുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങൾ ഉപയോഗിക്കുന്നതിന് അനുമതി തേടി രാഷ്ട്രീയ പാർട്ടികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ ECI നെറ്റിൽ സുവിധാ മോഡ്യൂൾ സജീവമാക്കി. ഇവ ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന രീതിയിൽ അനുവദിക്കും. രാഷ്ട്രീയ പാർട്ടികൾക്ക് സുവിധാ പോർട്ടലിലെ സിംഗിൾ വിൻഡോ വഴി ഇലക്ഷൻ റാലികൾക്കും പൊതുയോഗങ്ങൾക്കും ഉച്ചഭാഷിണികൾ, വാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിനും അനുമതി വാങ്ങാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. മന്ത്രിമാർ ഔദ്യോഗിക ചുമതലകളെ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി സംയോജിപ്പിക്കരുത്. സർക്കാർ സംവിധാനമോ വാഹനങ്ങളോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരെയോ പ്രചാരണ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കരുത്. പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിനും എല്ലാ പാർട്ടികളോടും തുല്യ പരിഗണന ഉറപ്പാക്കുന്നതിനും ഔദ്യോഗിക സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനും വ്യവസ്ഥയുണ്ട്. നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ എല്ലാ തലങ്ങളിലുമുള്ള ഉദ്യോഗസ്ഥർക്കും കമ്മീഷൻ നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിലെ പ്രഖ്യാപനങ്ങൾ, നയതീരുമാനങ്ങൾ എന്നിവ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനും പെരുമാറ്റച്ചട്ടം ബാധകമാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ നടപടിക്രമങ്ങളും ഇപ്പോൾ ECI നെറ്റ് എന്ന മൊബൈൽ ആപ്പിന് കീഴിലായിരിക്കും. ഇലക്ട്രൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് അഥവാ എപ്പിക് കാർഡ്, പോളിംഗ് സ്റ്റേഷൻ, സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള വിവരങ്ങൾ, സ്ഥാനാർത്ഥിയുടെ സത്യവാങ്മൂലം, പോളിംഗിന്റെ പുരോഗതി, വോട്ടെണ്ണൽ തൽസ്ഥിതി തുടങ്ങി വോട്ടർമാർക്ക് അറിയേണ്ടതായ എല്ലാ വിവരങ്ങളും ECI നെറ്റ് ആപ്പിൽ ലഭ്യമായിരിക്കും. വോട്ടെടുപ്പ് സുഗമമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൂതനവും സമഗ്രവുമായ തയ്യാറെടുപ്പുകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പോളിംഗ് സ്റ്റേഷനുകളിൽ തിരിച്ചറിയലിനായി വോട്ടർ ഐഡന്റിറ്റി കാർഡിന് പുറമെ 11 ബദൽ രേഖകളും കമ്മീഷൻ അംഗീകരിച്ചിട്ടുണ്ട്. പ്രയാസമില്ലാതെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് എല്ലാ സൗകര്യങ്ങളും ചെയ്യും. 85 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കും കിടപ്പ് രോഗികൾക്കും ഹോം വോട്ടിംഗ് സംവിധാനം ഏർപ്പെടുത്തും. മൊബൈൽ പോളിംഗ് ടീമിന്റെ സഹായത്തോടെയാണ് ഹോം വോട്ടിംഗ് സാധ്യമാക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ 3 പ്രമുഖ മുന്നണികളാണ് മത്സരരംഗത്ത് സജീവം. CPIM നേതൃത്വം നൽകുന്ന LDFും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFും BJP നേതൃത്വത്തിൽ NDAയും തമ്മിലാണ് പ്രധാന മത്സരം. പരമ്പരാഗത പ്രചാരണ രീതികൾക്ക് പുറമെ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ പുതിയ പ്രചാരണ സങ്കേതങ്ങളും തെരഞ്ഞെടുപ്പിനെ കൂടുതൽ സജീവമാക്കുന്നു. ജനാധിപത്യത്തിന്റെ ശക്തി പ്രകടമാകുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ രാഷ്ട്രീയത്തോടൊപ്പം വികസനവും ജനകീയ പ്രശ്നങ്ങളും പ്രധാന ചർച്ചാവിഷയങ്ങളായി മാറുന്നു. ഭരണകക്ഷികൾ കഴിഞ്ഞ കാലഘട്ടത്തിലെ നേട്ടങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ പ്രതിപക്ഷം ഭരണത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി മാറ്റം ആവശ്യപ്പെട്ടാണ് ജനങ്ങളെ സമീപിക്കുന്നത്. ഭരണത്തിന്റെ തുടർച്ചയോ മാറ്റമോ തീരുമാനിക്കുന്നതോടൊപ്പം ജനങ്ങളുടെ പ്രതീക്ഷകളും രാഷ്ട്രീയത്തിന്റെ ദിശയും വ്യക്തമാക്കുന്ന വഴിത്തിരിവായിരിക്കും ജനകീയ പോരാട്ടമായ തെരഞ്ഞെടുപ്പുകൾ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിനൊപ്പം ദേശീയ രാഷ്ട്രീയത്തെയും സ്വാധീനിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എല്ലാവരുടെയും പങ്കാളിത്തമുള്ള വോട്ടെടുപ്പ് നടത്താനുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ചു വ്യക്തമാക്കിയിട്ടുണ്ട്. ഉത്തരവാദിത്വത്തോടെയും അഭിമാനത്തോടെയും വോട്ട് ചെയ്യാൻ കമ്മീഷൻ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. നിയമവാഴ്ച, സാമൂഹിക നീതി, സാമ്പത്തിക വികസനം, മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണം എന്നിവ ഉറപ്പാക്കാൻ പൊതുജന പങ്കാളിത്തം നിർണായകമാകുമ്പോഴാണ് ജനാധിപത്യ ഭരണം സാർത്ഥകമാകുന്നത്. ഓരോ വോട്ടും ഓരോ ശബ്ദമാണ്. ഓരോ തീരുമാനവും നാടിനെ രൂപപ്പെടുത്തുന്ന ശക്തിയാണ്. ബോധപൂർവവും ഉത്തരവാദിത്വത്തോടെയും വോട്ട് ചെയ്യുക എന്നത് നമ്മുടെ കടമ മാത്രമല്ല, അവകാശവുമാണ്. കാരണം ശക്തമായ ജനാധിപത്യം കരുത്തരായ ജനങ്ങളിൽ നിന്നാണ് ഉദിക്കുന്നത്. അധികാരത്തിനായുള്ള മത്സരത്തിനപ്പുറം ജനങ്ങളുടെ ക്ഷേമം, സമൂഹത്തിന്റെ പുരോഗതി എന്നിങ്ങനെയുള്ള ഉയർന്ന ലക്ഷ്യങ്ങളും ജനാധിപത്യത്തിന്റെ ശക്തിസ്തംഭങ്ങളാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.